പോഡ്കാസ്റ്റിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് ഇപ്പം അഡ്വർടൈസ്മെന്റുകൾക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ ന്യൂസ്, പെയ്ഡ് ന്യൂസ്, ഡോക്യുമെന്ററീസ് ഇങ്ങനെയുള്ള ബിസിനസ് ന്യൂസിനൊക്കെ പുറമെ ഒരു ബിസിനസ് മേഖലയിലെ ഒപ്പം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ പോഡ്കാസ്റ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പൊ ഒരു പുതിയൊരു ട്രെൻഡ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു 2-3 വർഷങ്ങൾ മാക്സിമം അത് ആഘോഷിക്കും. കുറച്ച് കഴിയുമ്പോൾ അതൊരു പുതിയൊരു കാര്യം വരും. അതൊരു കാലത്തിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. പക്ഷെ പോഡ്കാസ്റ്റിന്റെ ഇപ്പോഴത്തെ ഇത്രയും പെട്ടെന്ന് അത് റീച്ച് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വ്ളോഗുകൾ, ഇപ്പോൾ സാധാരണഗതിയിൽ വ്ളോഗുകൾ ഇപ്പോൾ നമ്മൾ പെയ്ഡായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നു, നമുക്ക് പൈസ കിട്ടുന്നു, നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ സംരംഭത്തെ വ്യക്തിയെ പൂഴ്ത്തി പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഏത് രീതിയിലാണെങ്കിലും ഇത് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പുകഴ്ത്തി പറയണമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറി. 1000 രൂപ മുതൽ 1,00,000 രൂപ വരെ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പണി ചെയ്യുന്ന ഒരുപാട് പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ അതില് ട്രാൻസ്പെറന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് ഏതാണെന്ന് പൊതുജനത്തിന് ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ഈ സ്വന്തം സംരംഭത്തെ പറ്റിയിട്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുക എന്നുള്ളതാണ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അപ്പൊ പുതിയ കാലം ആവശ്യപ്പെടുന്നത് ഈ വ്യക്തികളെ, സംരംഭകരെ തന്നെ കോൺഫിഡൻസോടുകൂടി പ്രസന്റ് ചെയ്യാനായിട്ട് പോഡ്കാസ്റ്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പണ്ട് നമ്മൾ ഈ സംരംഭകർ തന്നെ സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ നമ്മളതിനെ കുറച്ച് പരിഹാസത്തോടു കൂടിയിട്ടാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. പറ്റ്ലസ് രാമേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാപരിപാടി തുടങ്ങിയ സമയത്ത് അതിന് നമ്മൾ കളിയാക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ നമ്മൾ കാണുമ്പോൾ അതിൽ പരസ്യം എടുക്കുമ്പോൾ ജിജോയുടെ ഡയറക്ടർ ക്യാരക്ടർ പറയുന്നുണ്ട്, അയാളുടെ കട, അയാളുടെ സ്ഥാപനം, അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു മിനിമൽ ഒരു പരിഹാസമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതിന് ശേഷം ബോച്ചെ വന്ന സമയത്ത് സെൽഫ് ബ്രാൻഡിങ്ങിന്റെ വേറെ രീതിയിലുള്ള ഒരു ഇത് നമ്മൾ കണ്ടു. കിറ്റെക്സിന്റെ ഓണർ അദ്ദേഹം 2020 എന്നുള്ള ഒരു രാഷ്ട്രീയ സംഘടന തന്നെ ഉണ്ടാക്കിയിട്ട് ബിസിനസ് ഇതും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു വേറെ രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് നമ്മൾ കണ്ടു. അപ്പൊ ഇത് വലിയ വലിയ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ഒരു സംരംഭകനെ സംബന്ധിച്ച് അയാൾ പോഡ്കാസ്റ്റിലൂടെ അയാൾ എന്താണ്, അയാളുടെ ഒരു വിഷനും മിഷനും എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക്, ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യം. കാരണം ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവര് മാക്സിമം ട്രാൻസ്പെറൻ്റ് ആയ ആളുകളെ ആണ് അവർ പോഡ്കാസ്റ്റിലൂടെ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു കള്ളക്കടത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലല്ലോ, മാർക്കറ്റിൽ വളരെ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിന്റെ സംരംഭകനെ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു, അയാളുടെ സംരംഭം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ഓപ്പൺ ബുക്ക് പോലെയുള്ള ഒരു ആളെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ കണ്ടുമുട്ടാനും മീറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് ആവശ്യമുള്ള ബിസിനസ് പിച്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.